ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചീര വെച്ചിട്ട് ഒരു മുട്ടത്തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു കെട്ട് ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി ഫ്രഷ് ആയിട്ട് വെച്ചതാണ്. ഈ ചീര നമുക്ക് കട്ട് ചെയ്യണം. എൻ്റേത് ചെറിയ ചെറിയ തണ്ടുകളാണ്, ചള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒപ്പം കട്ട് ചെയ്യണം കേട്ടോ. ഹാർഡായിട്ടുള്ള തണ്ടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് കട്ട് ചെയ്യുക, എന്നിട്ട് ഇല വേറെ സെപ്പറേറ്റ് കട്ട് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ ഇലയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചെറിയൊരു സവോള ചെറുതാക്കി അരിഞ്ഞതാണ്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം. ഒരുപാട് വാടിക്കുഴയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലയല്ല വാടിക്കുഴയുമ്പോൾ ഒരുപാട് ഉപ്പ് കൂടണ്ട. ഞാൻ ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇരട്ടതിന് ശേഷം കുറവുണ്ടെങ്കിൽ അപ്പിട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം വാട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ച് ഇലയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ തണ്ട് വേറെയാണ് കട്ട് ചെയ്ത് വെച്ച് തണ്ട് ആദ്യം ഒന്ന് വാട്ടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇലയിട്ട് കൊടുത്താൽ മതി. ചിലത് നല്ല ഹാർഡായിട്ടുണ്ടാവില്ല. തണ്ടുകൾ ഒരുമിച്ചിട്ട് കൊടുത്താൽ എന്താ കുഴപ്പം വെച്ചാൽ ചിലത് തണ്ടുകൾ വെന്തിട്ടുണ്ടാവില്ല. ഇല വേവും പെട്ടെന്ന്, അത് വെന്ത് കിട്ടില്ല. അപ്പോൾ സെപ്പറേറ്റ് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ സെപ്പറേറ്റ് ആദ്യം ഒന്ന് വേവിച്ചിട്ട് എന്നിട്ടാക്കുക. ഇത് പിന്നെ ചെറിയ ചെറിയ തണ്ടുകൾ ഇതിനൊപ്പം തന്നെ വേവാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തു. അതിന് ശേഷം നല്ല ഇലയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ എഗ്ഗാണ്. എഗ്ഗ് ഞാൻ ഇപ്പോൾ ഒരു 2 എഗ്ഗാണ് അതിലേക്ക് എടുക്കുന്നത്. ആദ്യം ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഞാൻ പൊട്ടിച്ച് കൊടുത്തിട്ടാണ്. അതൊരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ഇതാ 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആക്കി കൊടുത്താൽ മതി. ഒന്ന് ഇതാവട്ടെ. ഞാൻ അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പിടിച്ചാൽ ആ എഗ്ഗിൻ്റെ ഒരു പശപശം ഉണ്ടാവില്ല, അത് പോകുന്നവരെ എന്താ പറയുക ഇലയുമെന്ന് എഗ്ഗ് വിട്ട് പോരണം. അതുപോലെ ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതായത് ഒട്ടി പിടിച്ച പോലെ നമുക്ക് തോന്നില്ല, അത് വിട്ട് അതുപോലെ എഗ്ഗ് രൂപത്തിൽ സെപ്പറേറ്റ് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഇലയുടെ മുകളിലൊക്കെ ഒന്ന് വിട്ട് ഇതായിട്ട് വരണം, അതുപോലെ ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരം ഇളക്കി കൊടുത്തു. ഒക്കെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2 പിടിയോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ അതിനിട്ട് കൊടുക്കാൻ നോക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് ഒഴിവാക്കുക. ഫ്രഷ് നമ്മൾ ചതക്കി വെച്ചിട്ടില്ല, അതിന് ഇട്ട് കൊടുക്കാൻ നോക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. തേങ്ങ 2 പിടി, നമ്മൾ ഒരു തണ്ട് ഇലയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഓവറായി കൂടണ്ട, അതിനനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ആ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമൊന്നും കൂട്ടി വെക്കണം കേട്ടോ, മീഡിയത്തിൽ തന്നെ ഇതൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തത് അപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മളെ ചീര മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ അടച്ചു വെച്ചു. ഇനിയിപ്പോൾ ആ സമയത്തൊന്ന് സെർവ് ചെയ്യുന്ന സമയത്തൊന്ന് എടുക്കുക. ചൂടോടെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ആരെയുണ്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ മുന്നേ? മുരിങ്ങ ഇല കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. ചീര കൊണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടത്. ഓരോ സ്പൂണായിട്ട് നമ്മൾ കടലൊക്കെ പറക്കി കഴിക്കണ പോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറി വേണമെന്നില്ല, ഈ ഒരു തോരൻ മാത്രം വെച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ചീരയൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല, വാങ്ങാനാണെങ്കിലും അത് വീട്ടിൽ ഉണ്ടാക്കുന്നവരാണെങ്കിലൊക്കെ പൊട്ടിച്ച് ഉണ്ടാക്കാൻ അത്ര പണിയില്ലല്ലോ. അപ്പോൾ ഒരു കെട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.